അപ്പോൾ നല്ല കിഡിലൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചൂരമീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ മീനൊക്കെ കഴുകി ക്ലീനാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടെ. അതിനുശേഷം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മീൻ പീസസൊക്കെ ഇട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പില, ഇഞ്ചി, അതേപോലെ വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാട്ടെ. ഇഞ്ചി ഞാൻ പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അച്ചാർ പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ അതേപോലെ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കിഡിലും ടേസ്റ്റുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക.